എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രഗത്ഭരായ യൂട്യൂബേഴ്സുകൾ തമ്മിലുള്ള അടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ തൽക്കാലം ഒരു യൂട്യൂബറിൻ്റെ മാത്രം മറുപടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഫസ്റ്റ് ഒരു യൂട്യൂബർ മറ്റൊരു യൂട്യൂബറെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചില കഴമ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ രണ്ടാമത് അവർ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ അതിന് തക്കതായ മറുപടിയും കൊണ്ട് വന്നിരിക്കുകയാണ്. നല്ല ഒന്നാം തരം ഡാഡിക്ക് വിളിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് നിങ്ങൾ ക്ഷമാപൂർവ്വം കേൾക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താണ്, ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ലൈക്ക് ചെയ്തിട്ടൊക്കെ കാണുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മുടെ ഊടായ്പ താത്തയാണ് ഇപ്പോൾ തൽക്കാലം. ഫസ്റ്റ് നമ്മുടെ മറ്റൊരു ഇത്ത ഈ പറയുന്ന ഊടായ്പിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ബദലായിട്ട് നമ്മുടെ ഊടായ്പ താത്ത ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വോയിസ് വഴി കേൾക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതേ ഒരു വെല്ലുവിളി വീഡിയോ ആണ്. ആർക്കെന്നറിയോ? നമ്മുടെ ഷഫീന ബീബി എന്ന് പറയുന്ന എന്താ, അമ്മച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് പിടിക്കൂല, ചേച്ചി എന്ന് പറഞ്ഞാൽ അത് പിടിക്കൂല. താനും അമ്മച്ചിയാണല്ലോ, നമ്മളെല്ലാവരും അമ്മച്ചിയാടോ. പിന്നെ എന്തിനാണ് ഈ ഒരു അമ്മച്ചി പ്രയോഗം? നമ്മളെല്ലാവരും, ഒട്ടുമിക്ക ആളുകളും യൂട്യൂബറിലുള്ളത് അല്ലാതെ കൊച്ചു പെൺപിള്ളേരും ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഏകദേശം ഒരേ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. നമ്മളെല്ലാവരും അമ്മച്ചിമാർ തന്നെയാണ്. താത്താന്ന് പറഞ്ഞാൽ അതും പിടിക്കൂല. എന്നാലോ ഒരു ലേഡി അങ്ങനെ ആക്കാം നമുക്ക്. ലേഡി തന്നെയാണ്, നമ്മളെല്ലാം ലേഡി തന്നെയാണ്. ആ ലേഡിക്കുള്ള ഒരു വെല്ലുവിളി വീഡിയോ ആണ്. ഡാഡിക്ക് പിറന്നവളാണെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. ഡാഡിക്ക് പിറന്നവളെന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ പച്ചയ്ക്ക് തന്തയുള്ളവളാണെങ്കിൽ, അല്ലെങ്കിൽ തന്തയില്ലാത്തവളല്ലെങ്കിൽ, അങ്ങനെയൊക്കെ പറയുന്നതിൽ കുറച്ചുകൂടെ നല്ലത്. തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ അതാണ് കറക്റ്റ് വാക്ക്. അങ്ങനെ അങ്ങ് പച്ചയ്ക്ക് പറയാനുള്ള ധൈര്യമൊന്നും ഇല്ലേ ഇത്താ? ഞാൻ ആർക്കും എന്നെക്കുറിച്ച് ചെയ്യുന്ന വീഡിയോസിനൊന്നും മറുപടി കൊടുക്കാൻ പോകാറില്ല. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അവിടെ പറഞ്ഞിട്ട് അവരുടെ വഴിക്ക് അങ്ങ് പോകലാണ്. പക്ഷെ കുറേ കാലമായി നിരന്തരം ഇങ്ങനെ ഇതാക്കുന്ന ആ നിരന്തരം വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഉള്ളൊരു വെല്ലുവിളിയാണ്. അവരോടൊക്കെ പറയാണ്, നിങ്ങളുടെ ഡാഡിക്ക് ഉണ്ടായതാണെങ്കിൽ ഈ വെല്ലുവിളി ആരേറ്റെടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇവിടെ ആർക്കും സൗകര്യമില്ല. ഇപ്പം ഞങ്ങൾ എന്തിനാണ് നിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നത്? നമുക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമ്മളത് ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ ഡാഡിക്ക് പിറന്നവളാണോ എന്ന് ചോദിക്കുന്നത്, നമ്മളെല്ലാം ഡാഡിക്ക് പിറന്നത് തന്നെയാണ്. അല്ലാതെ മമ്മി മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഡാഡിക്ക് പിറന്നവളാണ്. ഇനിയിപ്പോൾ നീ ഒരു ആത്മപരിശോധന നടത്തുന്നതും വളരെ നന്നായിരിക്കും, നീ ഡാഡിക്ക് ഉണ്ടായതാണോ എന്നുള്ള കാര്യത്തിൽ. അപ്പൊ ആദ്യമേ തന്നെ ഷെഫീന ബീബിനോട് പറയാണ്, എടേ പടച്ചോന് ഭയങ്കര കുസൃതി നിറഞ്ഞൊരു വ്യക്തിയാണ്. ആ കുസൃതിയാണ് എൻ്റെ ഈ കാണുന്ന പല്ലുകളൊക്കെ. അത് തൊഴിഞ്ഞു പോവാതിരിക്കാനും പടച്ചോൻ ഒരു വഴി കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഷെഫീന ബീബി അത് സംഭവം എന്താണെന്നോ ഇവർ പറയുന്നത്. പിന്നെ ഇവർ പറയുന്നുണ്ട്, എനിക്ക് പടച്ചവൻ തന്നതാണ് ഈ വായ എന്നുള്ളൊരു സംഭവമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഷെഫീന അവരുടെ ആ ഒരു ചാനലിൽ അവർ പറയുന്നുണ്ടായിരുന്നു, ഇവരുടെ ആ ഒരു 32 കാണിച്ചിട്ടുള്ള ആ ഒരു ചിരിയെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അപ്പോൾ അവരുടെ ആ ഒരു പല്ല് വെളിയിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ചിരിയെ പറ്റിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളാരെയും ബോഡി ഷേമിങ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞ ആളുകളൊന്നും അല്ലല്ലോ. അപ്പോൾ അതാണ് ഇവർ ഈ പല്ലിൻ്റെ കാര്യം എടുത്തിട്ടത്. പടച്ചവും കാണിച്ച വികൃതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതിൻ്റെ കാര്യം.
ഇങ്ങനെ വെച്ചിട്ട് ജസ്നയുടെ പല്ലപ്പം വെക്കും എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് വെക്കാതെ നോക്കാനും പടച്ചവനറിയാം. പിന്നെ 2-3 വീട്ടിൽ അല്ലെങ്കിൽ തന്നെ തൻ്റെ പല്ല് ഇവിടെ ആർക്ക് വേണം? എന്താ ഈ പറയുന്നത്? ജസ്നയുടെ പല്ലിപ്പം വിൽക്കും, ജസ്നയുടെ പല്ലിപ്പം വിൽക്കും, അത് വിൽക്കാതെ നോക്കാനും എനിക്കറിയാമെന്ന്. അതിന് തൻ്റെ പല്ല് ആർക്ക് വേണോടോ? തൻ്റെ പല്ലെന്നല്ല, ആരുടെയും പല്ലും ആർക്കും ആവശ്യമില്ല. ഇനി സ്വന്തം ചക്കരയെ തേനെ പാലേന്നും പറഞ്ഞ് വളർത്തുന്ന മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവരെ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ കൊഴിഞ്ഞുപോയ പല്ല് ആരും എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാറില്ല. പിന്നെ എവിടെ ഇരിക്കുന്ന ഒരു ജസ്നയുടെ പല്ല് ആർക്ക് വേണം? വെപ്പുമല്ല കേട്ടോ, അതൊരും പറഞ്ഞുതരാം. ഇനി അത് അടുത്ത വീഡിയോയിൽ പറയണമെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരണല്ലോ. അപ്പം പുള്ളിക്കാരത്തിയുടെ ഈ ഭാഗത്തിരിക്കുന്ന ഒരു 2-3 പല്ല് വെപ്പ് പല്ലാണെന്ന് പറയുകയാണ്. അപ്പോൾ അത് പുള്ളിക്കാരത്തി തന്നെ പറയുകയാണ്. അല്ലെങ്കിൽ അടുത്ത വീഡിയോ വന്നാലും ഈ പുള്ളിക്കാരത്തി തന്നെ അത് പറഞ്ഞു തരണ്ടേ എന്നാണ് പറയുന്നത്. അതിന് തൻ്റെ വായിലിരിക്കുന്ന പല്ല് വെപ്പ് പല്ലാണോ അല്ലാത്ത പല്ലാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാനാണ്? അതറിയാൻ ആർക്കും താല്പര്യമില്ല. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ പല്ല് ഫുള്ള് സെറ്റോട് കൂടി വെപ്പ് പല്ല് വെക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ മുകളിലിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് അതേക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഷെഫീന ബീബിക്കുള്ള വെല്ലുവിളി ഇത്ര മാത്രമാണ്. ഞാനൊരു ഹണി ട്രാപ്പുകാരിയാണ് പോലും. എന്നെക്കുറിച്ച് ഇഷ്ടം പോലെ പരാതികൾ പല സ്റ്റേഷനുകളിൽ ഉണ്ട് പോലും. ഒരു പരാതി, ഹണി ട്രാപ്പുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി ഷെഫീന ബീബി കൊണ്ടുവരിക. നീ പറയുന്നത് ഞാൻ ചെയ്യും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഷെഫീന ബീബി ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് ഇരകളാണ് പരാതി കൊടുക്കുക, അല്ലാതെ ഹണി ട്രാപ്പ് ചെയ്യുന്നവരല്ല പരാതി കൊടുക്കുക. ഇത്രയും പരാതി കൊടുത്തത് ഞാനാണ്. കേട്ടില്ലായിരുന്നോ? ചിലർ പറയുന്നത് 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു. എന്നിട്ട് ഈ 18ഓളം ആൾക്കാരുടെ പേരിലുള്ളതൊന്നും ഇവരാരും കൊണ്ടുവരാത്ത എന്താ തെളിവുകള്? ആർക്കും എന്താ കിട്ടാത്ത തെളിവ്? സ്റ്റേഷനിൽ പോയാൽ അതൊന്നും നമുക്കറിയില്ല. 18ഓളം പേരുടെ പേരിൽ ആരൊക്കെയോ പരാതി കൊടുത്തെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 18 പേരെയും ആരും അറസ്റ്റ് ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. മനസ്സിലായില്ലേ? 18ഓളം പേരുടെ പേരിൽ ഒരാൾ കൊണ്ടുവന്ന് പരാതിപ്പെട്ടതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ആ 18 പേരെ അറസ്റ്റ് ചെയ്തതായിട്ടൊന്നും ആരും കേട്ടിട്ടില്ല. അതേക്കുറിച്ചൊന്നും നമുക്കറിയില്ല. കിട്ടുമെന്നും പറഞ്ഞിട്ട് പിന്നെ ആർക്കും എന്താ ഈ പരാതികൾക്ക് കോപ്പിയൊന്നും കിട്ടാണ്ടായിപ്പോയത്? ഞാൻ ഹണി ട്രാപ്പുകാരിയാണോ? അല്ലെ ഞാൻ പലരുടെയും കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ടുണ്ടോ? അല്ലെ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച തെളിവ് ഷെഫീന ബീബി കൊണ്ടുവരികയാണെങ്കിൽ, ഷെഫീന ബീബി എന്നില്ല, പലർക്കുള്ള വെല്ലുവിളിയാണിത്. നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ പോലും നമുക്ക് സമയമില്ല, പിന്നെയാണ് തൻ്റെ വെല്ലുവിളി കേൾക്കുന്നത്. പിന്നെ ഷെഫീന ബീബിക്ക് കൊടുത്ത വെല്ലുവിളിയാണെങ്കിൽ അത് അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ അത് അവരുടെ മാത്രം തീരുമാനമാണ്. പിന്നെ പലർക്കും കൊടുത്ത ഒരു വെല്ലുവിളി എന്ന് പറയാൻ മറ്റുള്ളവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ പോലും ഇന്നത്തെ കാലത്ത് സമയം തികയുന്നില്ല. പിന്നെയാണ് തൻ്റെ വെല്ലുവിളി സ്വീകരിക്കുന്നത്. പറയുന്നത് ഞാൻ ചെയ്യും. ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, പിന്നെ ഞാൻ ഭൂലോക ഉടായിപ്പാണ്. നിന്നെ എന്ത് വിളിക്കണം മോളെ? പുണ്യാളച്ചിന്നോ? ഈ കച്ചറ പെണ്ണുങ്ങളെ മാതിരി മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിന്നെ എന്ത് വിളിക്കണം? പിന്നെ എൻ്റെ കുട്ടികളെ മദ്രസ വിദ്യാഭ്യാസം നിർബന്ധമാക്കിന്ന് നീ ഒരു മദ്രസയെ കൊണ്ടുവച്ചാക്കിക്കൊണ്ട. എൻ്റെ കുട്ടികളെ ഒരു മദ്രസയിലും എടുക്കുന്നില്ല, ഉമ്മ കൃഷ്ണനെ വരയ്ക്കുന്നതെന്നും പറഞ്ഞിട്ട് നീ ഒരു മദ്രസയിൽ കൊണ്ടുവച്ചാക്കിക്കൊണ്ട. എന്തേ പറ്റുമോ? വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റുമോ? ഇത് ഷെഫീന ബീബിക്കുള്ള ചോദ്യം കേട്ടോ, നമ്മളാരും ഒന്നും പറഞ്ഞതല്ല. ഷെഫീന ബീബിക്കുള്ള ചോദ്യമാണ്. മദ്രസയിൽ ഇദ്ദേഹത്തിൻ്റെ കുട്ടികളെ മദ്രസയിൽ കൊണ്ടാക്കാൻ പറയുകയാണ്. കാരണം അവർ ആക്കിയ മദ്രസകളിലൊന്നും കുട്ടികളെ എടുക്കുന്നില്ലെന്ന്. എന്താണ് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയില്ല. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അവർ മദ്രസയിലൊക്കെ കുട്ടികളെ കൊണ്ടാക്കുമ്പോൾ അവിടെ എടുക്കാത്തത് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ ആളല്ല. നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. അറിയാത്ത കാര്യത്തിലേക്ക് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇത് ഷെഫീന ബീബി എന്ന് പറയുന്ന ഇത്തേക്കുള്ള ഒരു ചോദ്യമാണ്. അവരെടുത്ത് ഈ കുട്ടികളെ ഏതെങ്കിലും ഒരു മദ്രസയിൽ കൊണ്ടുവന്നാക്കാനാണ് പറയുന്നത്. അത് അവർ എന്താണ് അതിൻ്റെ മറുപടിയെ കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല. പിന്നെ അടുത്ത കാര്യം, എനിക്ക് ഭർത്താവില്ല പോലും, നമുക്കറിയില്ല, ഞാനിങ്ങനെ നടക്കൂല പോലും. ഷെഫീന ബീബി, നിന്റെ വാപ്പയോ നിന്റെ ഭർത്താവോ ആണോടി എനിക്ക് ചെലവിന് തരുന്നത്? അതോർത്തിട്ടാണോടി നീ ബേജാറായിട്ട് എനിക്ക് ഭർത്താവില്ല എന്ന് പറയുന്നത്?
ആണോ ആണോ ഷെഫീന? ഹലോ ഗായ്സ് എന്ന് പറയുന്നത് ഞാനാണോ നീയാണോ ഷെഫീന? വേണ്ടാന്ന് വെക്കുമ്പം തലേ കേറി തീം തരികിടതൊന്നും ചെല്ലാൻ നിൽക്കരുത്, കേട്ടോ? നിങ്ങളൊക്കെ പലരും പലതും പറഞ്ഞത് ഞാൻ സഹിച്ചിട്ടുണ്ട്, ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. കച്ചറ പെണ്ണുങ്ങളെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി അറിയാൻ ഞാൻ വന്നിട്ടില്ല. പക്ഷെ ഈ ഷെഫീന ബീബി എന്ന് പറയുന്ന ഈ ലേഡി കുറേ ആയി എന്നെ കുറിച്ച് വീഡിയോ ചെയ്യുന്നു. അവളുടെ വിചാരം ഐശ്വര്യ റായ് അവളുടെ ബാക്കിലാണെന്നാ. സത്യ വലിപ്പം കൊണ്ടാണെന്നേ. അപ്പൊ ഇത്രയും വെല്ലുവിളി ഏറ്റെടുക്കാൻ എല്ലാവരും ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പേരാണ് ഐശ്വര്യ റായുടെ പേര്. എന്ത് പറഞ്ഞാലും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓ നീ ആര് ഐശ്വര്യ റായുടെ മോളോ, അല്ലെങ്കിൽ നീ ആര് ഐശ്വര്യ റായോ, അല്ലെങ്കിൽ ഐശ്വര്യ റായ്ക്ക് പഠിക്കുകയാണോ എന്ന്. ഈ ലോകത്ത് ഐശ്വര്യ റായേക്കാളും ഇപ്പോൾ ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവരിൽ നിന്നും പല തരത്തിലുള്ള അവരുടെ പല ക്വാളിറ്റികൾ നോക്കിയിട്ടാണ് ലോകസുന്ദരി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഐശ്വര്യ റായെ തിരഞ്ഞെടുക്കുന്നത്. ഐശ്വര്യ റായ ആയാലും അതുപോലെയുള്ള ഓരോരുത്തരുടെയും അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ സംസാരം, അവരുടെ രീതി, അവരുടെ ചിരി, അവരുടെ നോട്ടം എന്ന് വേണ്ട അവരുടെ ജനറൽ നോളേജ് ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ അതേ സമയത്ത് ഈ പറയുന്ന ഐശ്വര്യ റായുടെയും സുസ്മിത സെന്നിനെയും അതൊക്കെ മേലുള്ള പലരുടേക്കാളും സുന്ദരികളായ പെൺകുട്ടികൾ നമ്മുടെ ഈ നാട്ടിൻപുറത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് സത്യത്തിൽ എന്തെങ്കിലും പറയുമ്പോഴുള്ള ആളുകളുടെ ഈ ഐശ്വര്യ റായ് എന്നുള്ള പ്രയോഗത്തോട് എനിക്ക് തീരെ താല്പര്യമില്ല. കാര്യം അവരെക്കാളും 100 മടങ്ങ് സൗന്ദര്യമുള്ള പെൺകുട്ടികൾ ഉണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ ഉണ്ട്. നാട്ടിൻപുറത്ത് ആയാലും അല്ലാതെ ആണെങ്കിലും കൂലിപ്പണി ചെയ്യുന്നവർ വരെ ഉണ്ട്. കൂലിപ്പണി എന്ന് പറയുന്നത് ഒരു മോശം പണിയായിട്ടല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഐശ്വര്യ റായ് എന്ന് പറയുന്നത്, എനിക്ക് ഐശ്വര്യ റായ് കാണാൻ സുന്ദരി അല്ലെന്നല്ല പറയുന്നത്, സുന്ദരി തന്നെയാണ് ഐശ്വര്യ റായ്, അല്ലെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഐശ്വര്യ റായ് ഇതുവരെ ഒരു മേക്കപ്പും ഇല്ലാതെ കണ്ടിട്ടില്ല, അല്ലേ? ഐശ്വര്യ റായ് ആയാലും സുസ്മിത സെൻ ആയാലും അതുപോലെയുള്ള നമ്മുടെ സൗന്ദര്യധാമങ്ങളെ എല്ലാവരെയും നമ്മൾ നല്ല മേക്കപ്പോട് കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒരു മേക്കപ്പും ഇല്ലാതെ നല്ല പക്കയായിട്ടുള്ള അതിസുന്ദരികളായ പെൺകുട്ടികളെ നമ്മൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ നമ്മൾ കാണാറുണ്ട്. പിന്നെ നമുക്ക് ബാക്കി കേൾക്കാം. പറമോളെ, ഞാൻ നീ പറയുന്നത് ചെയ്യും. ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് എന്നെക്കുറിച്ചൊരാൾ പരാതിപ്പെട്ടതിൻ്റെ റെസീറ്റോ കാര്യങ്ങളോ നീ കൊണ്ടുവന്നാൽ ഏതെങ്കിലും വ്യക്തിയുടെ കയ്യിൽ നിന്നും ഞാൻ 10 രൂപ, വെറും ഒരു 10 രൂപ മേടിച്ചതിൻ്റെ റെസീറ്റ്, അല്ലെ ആരെങ്കിലും ഹണി ട്രാപ്പ് പെടുത്തി പൈസ മേടിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് നീ കൊണ്ടെത്തന്നാ നീ പറയും പോലെ ഞാൻ ചെയ്യും. നീ പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ നിന്റെ സബ്സ്ക്രൈബേഴ്സ് വരെയായിരിക്കും. പക്ഷെങ്കിൽ മുകളിൽ ഒരാളുണ്ട് ഇതൊക്കെ തെളിയിച്ച് കാണിച്ചു തരാന്. നിനക്ക് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ബോഡി ഷെയിം ചെയ്തും ഒരു പെണ്ണിനെ തന്നെ ബോഡി ഷെയിം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാം എത്രത്തോളം ഉണ്ട് നിന്റെ നിലവാരം എന്നുള്ളത്. പെണ്ണിനെ എന്നല്ല, ആണിനെ എന്നല്ല, ലോകത്ത് ആരുടെ കാര്യമായാലും ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. ആരും ആരെയും ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് ശരിയല്ല. കാരണം നമ്മൾ എല്ലാവരും എല്ലാം തികഞ്ഞ വ്യക്തികളൊന്നുമല്ല. എല്ലാം തികഞ്ഞ വ്യക്തികളല്ല. എന്നെപ്പോലും പലരും ബോഡി ഷെയ്മിങ് ചെയ്യാറുണ്ട്. ഇപ്പോഴല്ല, കുറേ നേരത്തെയൊക്കെ തന്നെ, ഇപ്പോഴല്ല, കുറച്ച് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഇടയ്ക്കൊക്കെ പലരും ബോഡി ഷെയ്മിങ് ചെയ്തിട്ടൊക്കെ ഭയങ്കര തടിച്ച് എന്നൊക്കെയുള്ള രീതിയിൽ വീഡിയോയിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പന്നിക്കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴങ്ങനൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെയുള്ള ബാഡ് കമൻ്റൊന്നും വരാറേ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ആദ്യ സമയങ്ങളിൽ അതായത് തടിച്ചിയാണെന്നുള്ള സംബന്ധിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ബോഡി ഷെയ്മിങ് ചെയ്യുന്ന രീതിയിൽ. അത് മറ്റാരും അല്ല വന്നിട്ടുള്ളത്. ഈ ബൈജുവിൻ്റെ കേസ് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ആ ഒരു ഇതിൽ ഉൾപ്പെടുന്ന ആളുകൾ മാത്രം, അല്ലാതെ എല്ലാവരും ഒന്നും അല്ല. അത് ആ ഒരു ബൈജുവിൻ്റെ വീഡിയോയുടെ താഴെ മാത്രമേ വന്നിട്ടുള്ളൂ. അതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ സ്ഥിരമായിട്ടൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. പക്ഷേ അതങ്ങനെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. ആർക്കും ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ല. എന്നാൽ ഈ ബോഡി ഷെയ്മിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെയേറെ ബോഡി ഷെയ്മിങ്ങിൻ്റെ പേരിൽ കേട്ടിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഷെഫീന ബീബി എന്ന് പറയുന്ന ഇത്ത. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും എന്ന് ഞാൻ ഈ ബൈജുവിൻ്റെ വീഡിയോയിലാണെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇത്തയെ പിന്നെ ഞൊണ്ടിക്കാലി എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കുന്നതിൻ്റെ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അയാളുടെ ചാനലിൽ അതുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല.
അപ്പോൾ അത്രയും വലിയ ബോഡി ഷേമിങ് വേറെ ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു. എല്ലാം ദൈവത്തിൻ്റെ ഓരോ വികൃതികളാണ്. ദൈവം തരുന്നതാണ് ഓരോന്നും. ഓരോരുത്തർക്കുള്ള കുറ്റങ്ങളും കുറവുകളും കൂടുതലുകളും എല്ലാം ഈശ്വരൻ തരുന്നതാണ്. അതിനെതിരെ ആരും പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. അത് ആരെയാണെങ്കിൽ പോലും അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇനി ബാക്കി കാര്യങ്ങൾ പറയാനുള്ളതുകൂടി കേൾക്കാം. പല സ്ത്രീകളെ കുറിച്ചും നീ നിന്റെ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നിന്നെ വാച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരും വെച്ച് നീ വീഡിയോ ചെയ്തിട്ട് കണ്ടോലെ പറ്റി കുറ്റം പറഞ്ഞ് കിട്ടുന്ന പൈസ കൊണ്ടല്ലേ നീ ജീവിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ വരച്ചിട്ട് നിങ്ങളൊക്കെ പറയുന്ന കോപ്പിയാണേ കോപ്പി, അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കോപ്പി തന്നെയാണ്. അതിൽ നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കോപ്പിയാണെന്ന് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുള്ളത്. പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങളൂടെ കേട്ടിട്ട് വരാം. സെയിൽ ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലാതെ കണ്ടോന്റെ ഇറച്ചി തിന്നിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. അത് മനസ്സിലാക്ക് ഷെഫീന. ഈ ഇറച്ചിയുടെ പ്രയോഗം എനിക്ക് തോന്നുന്നു, ഞാൻ ഫസ്റ്റ് ഈ ഇറച്ചി പ്രയോഗം കേട്ടത് നമ്മുടെ ഷാജിദയുടെ വീഡിയോയിലാണ്. പച്ച ഇറച്ചി തിന്ന് വേണോ നിങ്ങൾക്ക്, എൻ്റെ പച്ച ഇറച്ചി തിന്ന് വേണോ ജീവിക്കാൻ, എൻ്റെ ഇറച്ചി തിന്നിട്ട് വേണോ നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് എന്നുള്ള ആ ഒരു ഡയലോഗ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പറഞ്ഞത് ഷാജി തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഇത് തന്നെയാണ് ഈ പറയുന്ന ആളും പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു കാര്യത്തെ ചൊല്ലിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ ഇനി ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പോവാം അങ്ങോട്ട്. ഇനി കേൾക്കട്ടെ. അപ്പോൾ ഈ വെല്ലുവിളി ഷെഫീന ഏറ്റെടുക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഹിന്ദുക്കളെല്ലാവരും നരകത്തിലെ തീക്കൊള്ളി, മുസ്ലിങ്ങളും എല്ലാവരും സ്വർഗത്ത് പോവുക എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. എന്നെ മദ്രസയെ പഠിപ്പിച്ചതിൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു മതസ്ഥര് നരകത്തിലെ തീക്കൊള്ളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മുസ്ലിംസ് ഒക്കെ സ്വർഗത്ത് പോകാൻ, പിന്നെ പുണ്യാളന്മാരാണല്ലോ മുസ്ലിംസ് എല്ലാവരും, നീ അടക്കം. നീ മുസ്ലിം ആണെന്ന് തോന്നുന്നു. ഷെഫീന ബീബി എന്നൊക്കെ കേട്ടാ മുസ്ലിം മേ ബി, എനിക്കറിയില്ല. ഇനി ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരോ ആയിക്കോട്ടെ. പക്ഷേ ഈ മറ്റുള്ളവരെ ഇറച്ചി തിന്നാൻ വരുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം തിന്നാൻ വരാൻ. അത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ടുള്ള വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരാളെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിട്ട് ചെയ്യണം എന്ന് പറയുന്നത് കറക്റ്റാണ്. പക്ഷേ ഈ പച്ചയിറച്ചി പ്രയോഗം ഞാൻ ആദ്യമായിട്ട് കേട്ടിട്ടുള്ളത് നമ്മുടെ ഷാജിയുടെ ആ ഒരു വീഡിയോയിൽ നിന്നാണ് കേട്ടിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ ഒരു ഡയലോഗ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഉണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇനി അതായിരിക്കും എല്ലാവരും എടുത്തിട്ട് പ്രയോഗിക്കുന്നത് എന്ന് തോന്നുന്നു. അതെന്തെങ്കിലും ആവട്ടെ, അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി. നമസ്തേ.